നേര്യമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിലും തുടർന്നുണ്ടായ പോലീസ് നടപടിയിലും കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത മാത്യു കുഴൽനാടൻ എംഎൽഎയ്ക്കും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇടക്കാല ജാമ്യം ലഭിച്ചത്. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാവിലെ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാൻ ഇരുവർക്കും നിർദ്ദേശവുമുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഉപവാസ സമരം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. അധികാരത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി പകരം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ദിവസമെങ്കിലും അകത്തിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ പോലീസ് എല്ലാ നിലയിലും പ്രവർത്തിച്ചത്. എന്തിനാണ് പോലീസ് ഇങ്ങനെ 3 വട്ടം അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ ആ കളക്ടറും DFOയും ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി അടക്കം അതിലിടപെട്ടാണ് ആ ചർച്ച നടത്താതെ പോലീസിനെ കൊണ്ട് ബലമായി ആ ഡെഡ് ബോഡി ഇടിപ്പിച്ചുകൊണ്ട് പോയത്. ഉന്നതനായിട്ടുള്ള ഒരു പോലീസ് ASP അടക്കമുള്ളവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ്. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും DCC പ്രസിഡന്റും തീർച്ചയായിട്ടും നിയമ നടപടികളോട് സഹകരിക്കുമായിരുന്നു. പക്ഷെ അത് പറയാതെ ഇരുട്ടിൻ്റെ മറവിൽ DCC പ്രസിഡന്റ് ഈ സമരപ്പന്തൽ വിട്ടങ്ങ് ഇറങ്ങിയ സമയത്ത് ബലമായി പിടിച്ചുകൊണ്ട് പോയത് പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. നേര്യമംഗലത്തെ വീട്ടിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് അവിടെയുള്ളത്. കോതമംഗലത്താണ് ഉപവാസ സമരം. അവിടെ നിന്ന് അലി അക്ബർ ഷായുമുണ്ട്. അർജുൻ മട്ടന്നൂർ, ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ദിരയുടെ മരണം അത് കാട്ടാന ചവിട്ടിക്കൊന്നുള്ള കാട്ടാനയുടെ ആക്രമണത്തിലുള്ള ഒരു മരണമായതിനാൽ ഇന്നലെ മുതൽ തന്നെ അവിടെ പ്രതിഷേധം ഇരമ്പുകയായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എത്തിയതായി ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് വരുന്നുണ്ടോ? രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് കുടുംബം നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നല്ലോ. സുജയ, ഇപ്പോൾ നേര്യമംഗലത്തെ കാഞ്ഞിര വേലിയിലുള്ള ഇന്ദിരയുടെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷം മന്ത്രിമാരായ P രാജീവ്, അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ, കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ തന്നെ ഈ വീട്ടിലെത്തുകയും ഈ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് ഇന്നലെ രാത്രി മുതൽ എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെയും നിരവധി ആളുകൾ എത്തി. ഇപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് മുൻപുള്ള പ്രാർത്ഥന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. നേരത്തെ ഇന്നലെ തന്നെ മന്ത്രി P രാജീവ് തന്നെ എത്തി നേരിട്ട് സർക്കാരിന്റെ ധനസഹായം കൈമാറിയിരുന്നു. 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ഇവർക്ക് കൈമാറിയത്. ഇന്നലെ രാവിലെ ഏതാണ്ട് അതായത് 8 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപ്രതീക്ഷിതമായ ആക്രമണം കാട്ടാനയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിൽ നിന്ന് ഏതാണ്ട് 50-100 മീറ്റർ അകലെ മാത്രമാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ ഭർത്താവിനൊപ്പം ഈ കൃഷിയിടത്തിൽ കൂവ പറിക്കാൻ പോയതായിരുന്നു ഇന്ദിര. അതിനുശേഷം ഈ ഭർത്താവ് കൃഷിയിടത്തിൽ തുടരുമ്പോൾ തന്നെ ഭക്ഷണം എടുക്കാൻ വേണ്ടിയാണ് ഇന്ദിര വീട്ടിലേക്ക് വന്നത്. ഈ വരുന്ന വഴിയിലാണ് ഇത്തരമൊരു അപ്രതീക്ഷിതമായ അപകടം ഉണ്ടായത്. ഇത് പെരിയാറിനോട് ചേർന്നുള്ള ഇടുക്കി എറണാകുളം ജില്ലയുടെ അതിർത്തി ഗ്രാമമാണ് ഈ കാഞ്ഞിര എലി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കാട്ടാനശല്യം രൂക്ഷമാണ്. പക്ഷേ ഒരു മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകുന്നതും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതും സമീപകാലത്ത് ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നിരവധി ആവശ്യങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ തന്നെ നടപ്പാക്കും എന്നൊരു വാഗ്ദാനമാണ് ഇന്നലെ മന്ത്രിമാരടക്കം നൽകിയിരിക്കുന്നത്. സോളാർ ഫെൻസിംഗ്, അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകൾ, പ്രത്യേക ദൌത്യസംഘം അടക്കം ഇവിടെ നിയോഗിക്കുമെന്നൊക്കെ തന്നെ ഇന്നലെ മന്ത്രിമാർ ഉറപ്പു നൽകിയിരുന്നു. ഈ ഉറപ്പിൽ വിശ്വാസമുണ്ട് എന്നാണ് നിലവിൽ ഈ കുടുംബം പറയുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള സമരം ശക്തമാവുകയാണ്. അതേസമയം തന്നെ നാട്ടുകാരുടെ ഈ ആവശ്യങ്ങളും നാട്ടുകാർ ഇത്തരം ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ ഈ ഉറപ്പുകളിൽ വിശ്വാസമുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. ഈ വീട് തന്നെ ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു വീടാണ്. ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്നതും ഈ നിരവധി ആളുകൾ കാട്ടാനകളെ കാണുന്നതുമൊക്കെ തന്നെ സാധാരണമാണ്. പക്ഷേ ഇത്തരം ആക്രമണം
അപ്രതീക്ഷിതമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ അയൽവാസിയായ സൂസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദിരയുടെ നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. 72 വയസ്സുണ്ട് ഇന്ദിരക്ക്. അതുകൊണ്ട് തന്നെ ഈ കേൾവി ശക്തിയിലടക്കം ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോഴാണ് ഈ പിറകിൽ നിന്ന് വന്ന കാട്ടാന അപ്രതീക്ഷിതമായി ഇന്ദിരയെ ആക്രമിച്ചത്. ഈ അയൽവാസിയായ സൂസൻ കാട്ടാന വരുന്ന കാര്യം ഇന്ദിരയോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ദിര അത് കേട്ടില്ല. തുടർന്നാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അപ്പോൾ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് കോതമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോയതും അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധ പരിപാടികളടക്കം നടന്നതും. എന്തായാലും വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് മൃതദേഹം ഈ കാഞ്ഞിരവലിയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ നേര്യമംഗലം റേഞ്ച് ഓഫീസിലേക്കടക്കം ഇന്നലെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. TFO ഓഫീസിലടക്കം പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള സാഹചര്യവുമുണ്ട്. എന്തായാലും നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI സംസ്ഥാന നേതാവായ KK ശിവരാമൻ അടക്കം ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും. ഇപ്പോൾ അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ. ഓക്കെ, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കോതമംഗലത്ത് ഉപവാസ സമരവും തുടരുകയാണ്. നേതാക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അലി അക്ബർ ഷാ അവിടെയുണ്ട്. അലി അക്ബർ ഷാ, ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിയിൽ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉപവാസ സമരം തുടരുകയല്ലേ? എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനും മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ പദ്ധതിയിടുന്നത്? സുജിയ, കോതമംഗലത്തെ ഉപവാസ സമരവേദിയിൽ ഉപവാസം തുടരുകയാണ്. അത് മാത്യു കുഴൽനാടനും അതുപോലെ എൽദോസ് കുന്നപ്പള്ളിയുമാണ് ഉപവാസം ഇരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ഉപവാസ സമരമാണ് ഇപ്പോഴും തുടരുന്നത്. സർക്കാർ ഈ ആവശ്യങ്ങളിൽ നിന്നും ഒരു കൃത്യമായ മറുപടി നൽകാതെ ഇതിൽ നിന്നും പിന്നോട്ടില്ല, സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇടക്കാല ജാമ്യത്തിൽ വിട്ട എൽദോസ് കുന്നപ്പള്ളി MLA-യും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കോടതിയിൽ ഹാജരാകേണ്ടത്. ഇന്നലെ അതിനാടകീയമായിരുന്നു DCC പ്രസിഡന്റിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. അതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു, നമ്മളത് പുറത്തുവിട്ടിരുന്നു. ചായ കുടിക്കാനായി തൊട്ടടുത്ത കടയിലേക്ക് പോകുന്ന വഴി മറ്റ് നേതാക്കളൊന്നും അടുത്തില്ല എന്ന് ഉറപ്പാക്കിയാണ് പോലീസ് അപ്രതീക്ഷിതമായി DCC പ്രസിഡന്റിനെ പിടികൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും 1.5 മണിക്കൂറോളം DCC പ്രസിഡന്റിനെ കാട്ടുവഴികളിലൂടെ ഉൾപ്പെടെ യാത്ര ചെയ്ത് അനാവശ്യമായി ഒരുപാട് നേരം വാഹനത്തിൽ പിടിച്ചു വെച്ചുവെന്ന ആരോപണമുണ്ടായി. അതിനുശേഷം MLA അടക്കം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലും ഒരുപാട് നേരം പിടിച്ചു വെച്ച് പ്രതിഷേധമുണ്ടായതിനു ശേഷമാണ് പുലർച്ചെ 2 മണിയോടുകൂടി കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇടക്കാല ജാമ്യം നേടി വീണ്ടും അവർ ഈ ഉപവാസ വേദിയിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത്.